ആദ്യത്തെ ചോദ്യം, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻസ്: മെക്കാളെ പ്രഭു, വില്യം ബെന്റിക് പ്രഭു, ഡൽഹൌസി പ്രഭു, കാനിങ് പ്രഭു. ശരി ഉത്തരം മെക്കാളെ പ്രഭു. മെക്കാളെ പ്രഭു പറഞ്ഞതെന്താണ്? രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ 14 വരി എക്സ്പ്രസ് വേ. ഓപ്ഷൻസ്: മുംബൈ പൂനെ എക്സ്പ്രസ് വേ, ലക്നൗ ആഗ്ര എക്സ്പ്രസ് വേ, യമുന എക്സ്പ്രസ് വേ, ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ. ശരി ഉത്തരം ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ 14 വരി എക്സ്പ്രസ് വേ ഏതാണ്? ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവനകൾ: ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. എന്തൊക്കെയാണ് ധനനയവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ? ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണിത്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ജന്മിത്തം നശിക്കട്ടെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നശിക്കട്ടെ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: മൊറാഴ സമരം, കയ്യൂർ സമരം, കരിവെള്ളൂർ സമരം, പുന്നപ്ര വയലാർ സമരം. ശരി ഉത്തരം കയ്യൂർ സമരമാണ്. കയ്യൂർ സമരത്തിന്റെ മുദ്രാവാക്യം ഏതായിരുന്നു? ജന്മിത്തം നശിക്കട്ടെ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നശിക്കട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ ഏതാണ് മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ്? ഓപ്ഷൻസ്: മില്ലൻസ് ടെസ്റ്റ്, യൂറോക്രോം ടെസ്റ്റ്, ബെനഡിക്റ്റ് ടെസ്റ്റ്, ബൈയൂറേറ്റ് ടെസ്റ്റ്. ശരി ഉത്തരം ബെനഡിക്റ്റ് ടെസ്റ്റാണ്. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്റ്റ് ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ വിവിധ താപവൈദ്യുത നിലയങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും തമ്മിലുള്ള ജോഡികളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് ജോഡികൾ? ബറൗണി പശ്ചിമ ബംഗാൾ, സിപാത്ത് ജാർഖണ്ഡ്, ദാദ്രി ഉത്തർപ്രദേശ്, ഉകായി ഗുജറാത്ത്. തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 1ഉം 2ഉമാണ് തെറ്റായിട്ടുള്ളവ. ശരിയായിട്ടുള്ള ജോഡികൾ നോക്കാം. ദാദ്രി താപവൈദ്യുത നിലയം ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഉകായി താപവൈദ്യുത നിലയം ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിനു താഴെ പ്രായമുള്ള കുട്ടികൾക്കായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻസ്: ആരോഗ്യ കിരണം, അഭയ കിരണം, ആശാ കിരണം, ആശ്വാസ കിരണം. ശരി ഉത്തരം ആരോഗ്യ കിരണമാണ്. സംസ്ഥാനത്ത് APL BPL വ്യത്യാസമില്ലാതെ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ആരോഗ്യ കിരണം. അടുത്ത ക്വസ്റ്റ്യൻ, ഹിഗ്സ് ബോസോൺ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പ്രസ്താവന എന്താണെന്ന് നോക്കാം. ദൈവഗണം എന്നറിയപ്പെടുന്നു. 2012 LHCയിൽ നടന്ന കണികാ പരീക്ഷണത്തിന്റെ ഭാഗമായി സ്ഥിരീകരിച്ച കണമാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 2 പ്രസ്താവനയും ശരിയാണ്. ഹിഗ്സ് ബോസോൺ സംബന്ധിച്ച പ്രസ്താവന ഏതൊക്കെയാണ്? ഹിഗ്സ് ബോസോൺ ദൈവഗണം എന്നറിയപ്പെടുന്നു. 2012 LHCയിൽ നടന്ന കണികാ പരീക്ഷണത്തിന്റെ ഭാഗമായി സ്ഥിരീകരിച്ച കണമാണിത്. അടുത്ത ക്വസ്റ്റ്യൻ,
രാജ്യത്തെ ഉന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി കായിക താരം. ഓപ്ഷൻസ്: പി.ടി. ഉഷ, കെ.എം. ബീന മോൾ, അഞ്ജു ബോബി ജോർജ്, ഷൈനി വിൽസൺ. ശരിയുത്തരം കെ.എം. ബീന മോൾ ആണ്. രാജ്യത്തെ ഉന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി കായിക താരമാണ് കെ.എം. ബീന മോൾ. അടുത്ത ക്വസ്റ്റ്യൻ: സംയോജകത എന്നാൽ എന്ത്? ഓപ്ഷൻസ്: ഒരാറ്റത്തിലെ ആകെ ഇലക്ട്രോണിൻ്റെ എണ്ണം, രാസപ്രവർത്തനങ്ങളിൽ ആറ്റം ഉപയോഗിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, ഒരു ഇലക്ട്രോണിലെ ആകെ ന്യൂട്രോണുകളുടെ എണ്ണം, ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണുകളുടെയും ആകെ എണ്ണം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്. സംയോജകത എന്നാൽ രാസപ്രവർത്തനങ്ങളിൽ ആറ്റം ഉപയോഗിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. എന്താണ് സംയോജകത? രാസപ്രവർത്തനത്തിൽ ആറ്റം ഉപയോഗിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ: സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ച് സ്ഥാപിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻസ്: ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പാർലമെന്റ്, സുപ്രീം കോടതി കൊളീജിയം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ശരിയുത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ച് സ്ഥാപിക്കാൻ അധികാരമുള്ളതാർക്കാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ഓപ്ഷൻസ്: ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചു. ഇതിൽ തെറ്റായ പ്രസ്താവന ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു എന്നുള്ള പ്രസ്താവനയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1950 മാർച്ച് 15. 1950 മുതൽ 2014 വരെ 12 പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയത്. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ: ഒറിജിനലിനോട് സാമ്യമുള്ള ഡ്യൂപ്ലിക്കേറ്റ് വെബ് പേജ് നിർമ്മിക്കുന്നത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻസ്: ടാമ്പറിംഗ്, ക്രാക്കിംഗ്, സ്പൂഫിംഗ്, സ്ക്വാട്ടിംഗ്. ശരിയുത്തരം സ്പൂഫിംഗ് ആണ്. എന്താണ് സ്പൂഫിംഗ്? ഒറിജിനലിനോട് സാമ്യമുള്ള ഡ്യൂപ്ലിക്കേറ്റ് വെബ് പേജ് നിർമ്മിക്കുന്നതിനെയാണ് സ്പൂഫിംഗ് എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: പരിചയമുള്ള സാധനങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്നതിന് സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗം ഏതാണ്? ഓപ്ഷൻസ്: വെർണിക്സസ് ഏരിയ, ബ്രോക്കാസ് ഏരിയ, ക്രേനിയം, മെനിഞ്ചസ്. ശരിയുത്തരം ഓപ്ഷൻ എ, വെർണിക്സസ് ഏരിയ. പരിചയമുള്ള സാധനങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്നതിന് സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സസ് ഏരിയ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17ഉം 18ഉം ഏതു സമത്വമാണ് പൗരന്മാർക്ക് പ്രദാനം ചെയ്യുന്നത്? ഓപ്ഷൻസ്: സാമ്പത്തിക സമത്വം, രാഷ്ട്രീയ സമത്വം, മതപരമായ സമത്വം, സാമൂഹിക സമത്വം. ശരിയുത്തരം സാമൂഹിക സമത്വമാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 17ഉം 18ഉം സാമൂഹിക സമത്വമാണ് പൗരന്മാർക്ക് പ്രദാനം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഏത് മുൻ കായിക താരത്തിൻ്റെ പുസ്തകമാണ് ബൈ ഗോഡ്സ് ഡിക്രി? ഓപ്ഷൻസ്: സുനിൽ ഗവാസ്കർ, കപിൽ ദേവ്, മിതാലി രാജ്, ധ്യാൻ ചന്ദ്. ശരിയുത്തരം കപിൽ ദേവ് ആണ്.
കപിൽ ദേവിൻ്റെ പുസ്തകം ഏതാണ്? ബൈ ഗോഡ്സ് ഡിക്രി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം ചുവടെ കൊടുത്തവയിൽ ഏതാണ്? ഓപ്ഷൻസ്: സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം, നിർദ്ദേശക തത്വങ്ങളിൽ മേലുള്ള അവകാശം. ശരിയുത്തരം ഓപ്ഷൻ സി, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റീവ് സ്വഭാവം താരതമ്യപ്പെടുത്താൻ സഹായിക്കുന്ന സ്കെയിൽ വികസിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻസ്: ലിനസ് പോളിംഗ്, ജോൺ ഡാൾട്ടൺ, റൂദർഫോർഡ്. ഇവരാരുമല്ല. ശരിയുത്തരം ലിനസ് പോളിംഗ് ആണ്. മൂലകങ്ങളുടെ ഇലക്ട്രോനെഗറ്റീവ് സ്വഭാവം താരതമ്യപ്പെടുത്താൻ സഹായിക്കുന്ന സ്കെയിൽ വികസിപ്പിച്ച ശാസ്ത്രജ്ഞനാരാണ്? ലിനസ് പോളിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചതാര്? ഓപ്ഷൻസ്: ആഫ്ബ, ബെർസിലിയസ്, ലൂയിസ്, ലോഥർ മേയർ. ശരിയുത്തരം ബെർസിലിയസ് ആണ്. മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചതാരാണ്? ബെർസിലിയസ്. അടുത്ത ക്വസ്റ്റ്യൻ, കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദൻ രൂപം കൊടുത്ത നൃത്തശില്പം ഏതാണ്? ഓപ്ഷൻസ്: രാമനാട്ടം, കൃഷ്ണനാട്ടം, മോഹിനിയാട്ടം, മയിൽപ്പീലി തൂക്കം. ശരിയുത്തരം കൃഷ്ണനാട്ടമാണ്. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദൻ രൂപം കൊടുത്ത നൃത്തശില്പമാണ് കൃഷ്ണനാട്ടം.